അതായത് ഈ ആരോപണം ഉന്നയിക്കുന്ന അൻവർ മലപ്പുറംകാരനായ അൻവർ അവിടുത്തെ കള്ളക്കടത്ത് സംഘത്തിന്റെ റെപ്രസെന്റേഷൻ ആണെന്ന് പറയാതെ പറഞ്ഞ് ചാപ്പയടിച്ച് കഴിഞ്ഞു പിണറായി വിജയൻ. നിങ്ങൾ അൻവറിനെയാണോ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ തീരുമാനിച്ചോളൂ എന്നാണ് പിണറായി വിജയൻ പറഞ്ഞ മറുപടി. സ്വന്തം MLA അദ്ദേഹം ആ കാര്യത്തിൽ പ്രൊട്ടക്ട് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ അൻവർ കൊണ്ടുവന്ന ഈ പരാതി മുഴുവൻ ശരിയാണെന്നുള്ള റിപ്പോർട്ട് ഇവർ കൊണ്ടുവരുന്നതാണോ നിങ്ങൾ ഈ പറയുന്നത്? അന്വേഷണം അട്ടിമറിച്ച് കഴിഞ്ഞു. പിണറായി വിജയന്റെ പ്രസ് മീറ്റിൽ അത് വളരെ പ്രകടമാണ്. അല്ല, അന്വേഷണം അട്ടിമറിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ പിണറായി വിജയനല്ലേ 122 രണ്ട് ഡിവൈഎസ്പിമാർ സഹിതം 122 പോലീസുകാരെ പിരിച്ചുവിട്ടത്. ഏതെങ്കിലും ഒരാൾക്ക് കോടതിയിൽ പോയിട്ട് ഒരു നീതി കിട്ടിയാൽ അവർക്ക് തിരിച്ചു വരാൻ പറ്റിയിട്ടുണ്ടോ? പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടല്ലോ വക്കീലെ. പാവങ്ങൾക്കൊന്നും RSSന്റെ പിൻബലം ഉണ്ടാവില്ല. പാവപ്പെട്ട ഉദ്യോഗസ്ഥരോ? ഞാൻ പാവപ്പെട്ട താങ്കൾ കോട്സിലാണ്. പാവപ്പെട്ട ഉദ്യോഗസ്ഥരോ? അനീതി കാണിച്ച ക്രിമിനൽ പശ്ചാത്തലമുള്ള ഉദ്യോഗസ്ഥന്മാരെ ഞാൻ കോട്സിലാണ്. മാങ്ങ മോഷ്ടിച്ച CPO ഒക്കെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അത് തെറ്റാണ്, പോലീസ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. പക്ഷേ മാങ്ങ മോഷ്ടിച്ച പോലീസുകാരന് RSS ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ തൊടില്ലായിരുന്നു അയാളെ, എന്തെങ്കിലും ന്യായം പറഞ്ഞ് പിടിച്ചു നിർത്തിയാനെ. അത് നിങ്ങൾക്ക് തോന്നുന്നല്ലേ? മാങ്ങാ മോഷണം മോഷണമാണ്. മോഷണത്തിന്റെ ഗ്രാവിറ്റിക്ക് ഇതാണോ നിങ്ങൾ അളവ് പോലെ ഇടുന്നത്? മാങ്ങ മോഷ്ടിച്ച ആൾക്ക് ദത്താത്രേയ വസബല്ലേ കാണാൻ പറ്റിയില്ല. മാങ്ങ മോഷ്ടിച്ച ആൾക്ക് ദത്താത്രേയ വസബല്ലേ കാണാൻ പറ്റിയില്ല. അയാൾ ഉണ്ടായിരുന്നേ സർവീസിൽ. RSSന്റെ ആൾക്കാരെ പോയി കണ്ടുവരുന്ന ആളെ ഒന്ന് തൊടാനും മാത്രം നിങ്ങൾക്ക് പറ്റില്ല എന്ന് നിങ്ങൾ ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയം പറയണ്ടേ?